യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ ഇതായിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. 2025 9-ാം മാസത്തിൻ്റെ പ്രാരംഭ ദിവസം കാണുക. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന എല്ലാ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 8 മാസക്കാലം ദൈവം നമ്മെ അതിശയമായി അത്ഭുതമായി കാത്തു പരിപാലിച്ചു. ഈ 8-ാം മാസവും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ടിടയെത്തി നമ്മെ കൈവിട്ട് കളയാത്ത, നമ്മോട് അരുളി ചെയ്തതായ ദൈവീയ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് തന്ന ദൈവം നമ്മെ ജയത്തോട് നടത്തുവാനായിട്ടിടയത്തിന് ആ ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാൻ സ്തോത്രം. നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് സ്തോത്രം. നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവമത്രേ സ്തോത്രം. ആ ഒരു ബലം, ആ ഒരു ധൈര്യം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ പ്രാപിച്ചുകൊണ്ട് ഇപ്പോൾ കാലം മുന്നോട്ട് പോകുവാൻ ഈ മാസം ഹല്ലേലൂയ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിപ്പാൻ ക്രിസ്തു യേശുവേ നമ്മെ ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, 9-ാം മാസത്തിന്റെ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. അതേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാണുമായിരിക്കാം, നിന്നെ മറ്റാർക്കും വിടുവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ കാണുമായിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ ഹല്ലേലൂയ 9-ാം മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. അതേ, ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ മേൽ കിടക്കുന്ന ദൈവീയ വാഗ്ദത്തങ്ങൾക്കെതിരായി, നിന്റെ മേലുള്ള ഉയർച്ചകൾക്കെതിരായിട്ട്, നിന്റെ നന്മകൾക്കെതിരായിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി കടന്നു വരുന്ന സകല മേഖലയും അടച്ചു കളഞ്ഞിട്ട് നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കുവാനിടയത്തിനും അടയ്ക്കേണ്ട മേഖലകളെ ദൈവം അടയ്ക്കും. ദൈവം തന്റെ സ്വന്തം ദൂതനെ അയച്ച് അടച്ചു കളയും. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, രോഗങ്ങൾ കടന്നു വരാം. പക്ഷേ അതൊന്നും നിന്റെ പ്രാർത്ഥന ലൈഫിനെ ബാധിക്കുവാനായിട്ട് നീ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൂടുവാനായിട്ട് ഇടയായി തീരുമ്പോ അതിന്റെ നടുവിൽ പ്രാർത്ഥനയും സ്തോത്രവും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു ടൈമും നാം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയെത്തണം. ദൈവവചനത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വന്ന സാഹചര്യത്തിൽ ആരൊക്കെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവരൊക്കെ ജയിച്ചു കയറിയിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ഹല്ലേലൂയ. നിനക്കെതിരായി കടന്നു വരുന്ന പ്രതികൂലങ്ങളെ ജയിക്കുവാനായിട്ടുള്ളൊരു ആയുധമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ ജയിക്കുവാൻ ഈ ലോകത്തിലെ ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുവാനായിട്ട് ഇടയായിത്തീരുക, സ്വർഗത്തിലെ ദൂതനെ അയക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ പ്രാർത്ഥനയെ ആദ്യം മുടക്കിക്കളയുവാനായിട്ട് പലതും മുമ്പിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. പക്ഷേ ദൈവ പൈതൽ തിരിച്ചറിയണം, എന്റെ പ്രാർത്ഥനയാണ് എന്റെ വിജയത്തിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് എന്റെ പ്രാർത്ഥനാ റൂമിനകത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. അതെ, 6-8 മാസക്കാലം നീ പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം. 8 മാസം നീ പ്രാർത്ഥിച്ചത്
പ്രാർത്ഥിച്ചതുപോലെ ആയിരിക്കരുത് 9-ാം മാസത്തിലെ പ്രാർത്ഥന. കാരണം 9-ാം മാസത്തിൽ ദൈവം ചില വിടുതലുകൾ, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ, ചില ദൈവിക പദ്ധതികൾ നിങ്ങളുടെ മേൽ ദൈവം പൂർത്തീകരിക്കേണ്ട ഒരു മാസമായിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലെ, അത്രത്തോളം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതെ, ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവിക വാഗ്ദത്തത്തിനായിട്ട്, ദൈവിക വിടുതലിനായി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, നിന്റെ പ്രാർത്ഥന ലൈഫ് വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ദാനിയേലിനെതിരെ രേഖ എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോ, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുമ്പേ പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോ അവര് പ്രയാസം വന്നപ്പോ അല്ല ദാനിയേൽ പ്രാർത്ഥിച്ചത്. അതിന്റെ ആരംഭ ഭാഗങ്ങളിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്തോത്രം, ദാനിയേലിനെ നശിപ്പിച്ചു കളയുവാനായിട്ട് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുവാനായിട്ട് അവനെ ഇങ്ങനെ ഊടാടി നടക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ നശിപ്പിച്ചു കളയുക, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അവന് വിരോധമായിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അവന് കാരണം കണ്ടുപിടിക്കുക, രാജാവിന്റെ മുമ്പേ അതിനെ, സ്തോത്രം, പറഞ്ഞ് അവന് ശിശുവാഞ്ച് കൊടുക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു? അവന് വിരോധമായിട്ട് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുക നടക്കുന്ന ഒരു കൂട്ടം പേരെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തില്ല. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നീ വിശ്വസ്തയോടെ ദൈവസന്നെ നിൽക്കുമ്പോൾ, സ്തോത്ര, ശത്രുമണ്ഡലത്തിന് അത് അങ്ങോട്ട് പിടിക്കത്തില്ല. സ്തോത്ര, ഹല്ലേലൂയ. നിന്നെ എങ്ങനെ പരാജയപ്പെടുത്തി കളയാ, നിന്റെ നന്മകളെ എങ്ങനെ മുടക്കിക്കളയാ, നിന്നെ ലോകത്തുനിന്ന് എങ്ങനെ നശിപ്പിച്ച് കളയാം എന്നുള്ള പദ്ധതിയുമായി കടന്നു വരുവാനിടയായി തീരും. സ്തോത്രം, അതൊരു ദൈവ പൈതൽ തിരിച്ചറിയണം. നിന്നെ നശിപ്പിക്കും ശത്രു കാണിക്കുന്ന, ഹല്ലേലൂയ, അതേ, സ്തോത്രം, ഒരു പ്രവൃത്തിയാണെന്ന് നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നും. സ്തോത്ര, അതുകൊണ്ട് വചനത്തിൽ പറയുന്നു, ശത്രുവിന്റെ പദ്ധതികളെ നിങ്ങൾ അറിയാത്തവരല്ലോ, നമ്മൾ തിരിച്ചറിയണം ചിലത്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. സ്തോത്ര, ആരാ? ദാനിയേൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കുറ്റവും അവർക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നീ വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ നിന്നിൽ ഒരു തെറ്റും കുറ്റവും ശത്രുവിന് കാണുവാൻ കഴിയാതവണ ദൈവം നിന്നെ കാക്കുവാനായിട്ട് നീ വിശ്വസ്തനായിരിക്കണം ദൈവസന്നിധി. ഹല്ലേലൂയ. തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൻ മറ്റുള്ള എല്ലാവരുടെയും മുമ്പിലും ദൈവത്തിന്റെ സന്നിധിയിലും കുറ്റമില്ലാത്തവനായിരുന്നു എന്ന് ദാനിയേൽ തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നമുക്ക് ശത്രു അവകാശം പറയത്തക്ക രീതിയിൽ, നമ്മുടെ ജീവിതത്തിൽ അവകാശത്തെ ചൊലുത്തത്തക്ക രീതിയിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റും കുറ്റവും കാണാതെ വിശ്വസ്തയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനിടയായിത്തീരണം. അങ്ങനെ ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് ഒരു തെറ്റും കുറ്റവും കാണാൻ കഴിയാതെ ഇരുന്നപ്പോ അവരെന്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 30 ദിവസത്തേക്ക് തിരുമേനിയോടോ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജകൽപ്പന നിയമിക്കുന്നു. പ്രിയ ദൈവത്തിലെ, നിന്നെ തകർക്കാൻ പല പദ്ധതികൾ കൊണ്ടുവരും. പക്ഷേ അതിനകത്തൊന്നും നീ വീണ് പോകുന്നില്ല, അതിനകത്തൊന്നും ശത്രുവിന് ജയിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത് അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയെ മുടക്കിക്കളയുവാൻ. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയെ മുടക്കിക്കളഞ്ഞ ശത്രുവിന് ജയിച്ചു കയറാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയെ മുടക്കിക്കളയുവാനിടയത്തിന് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് നിന്നെ ലോകത്തിന്റെ മുമ്പാകെ, ഹല്ലേലൂയ, ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ വേണം നിന്നെ തകർത്തുകളയുന്ന ശത്രു പദ്ധതികൾ ഇടുമ്പോ, പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ നീ ചില തീരുമാനങ്ങൾ എടുത്ത്, സ്തോത്ര, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സമയങ്ങൾ വേർതിരിച്ചിരിക്കുവാൻ തയ്യാറായ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചില ദൈവിക വിടുതൽ കാണുവാനിടയായിത്തീരും. വിളിച്ചത് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന് ഒരു കുറ്റവും കാണാൻ കഴിയാതെ എന്നപ്പോ പറയുന്നുണ്ട് 30 ദിവസത്തേക്ക്. കാരണം ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനെന്ന് അവർക്കറിയാം. ഇവന്റെ പ്രാർത്ഥന എങ്ങനെ മുടക്കിക്കളയണം. ഹല്ലേലൂയ.
പ്രിയതേ മക്കളെ സ്തോത്രം, ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുന്നു കൊള്ളട്ടെ, നിന്റെ ദൈനംദിനമായ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം ഒരു മുടക്കം നീ വയ്ക്കാതെ വേണം നീ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്ന സ്തോത്രം. അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രാജാവിന്റെ നിന്ന് എന്ത് ചെയ്യുന്നു? അവർ കൽപ്പനകൾ വാങ്ങിക്കും. അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്ന രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, വേറെ എവിടേക്കെങ്കിലും പോയെന്നല്ല, അല്ലെങ്കിൽ രാജന്റെ കൽപ്പനയെ മാറ്റേണ്ടതിനു വേണ്ടി അവരുടെ അടുക്കൽ പോയെന്നല്ല, താൻ എന്ത് ചെയ്തു? തനിക്കെതിരായ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. ഹല്ലേലൂയ. നമ്മൾ പാളിയ മുറിയിലേക്ക് എത്തണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന റൂമിനകത്തേക്ക് എത്തണം. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയെങ്കിലും അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചോദ്യമാണ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നു, ഇത്രയൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്ന് നാം ചിന്തിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രത്തോടുന്നുള്ള പാങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. ചോദിക്കാം, അല്ലെങ്കിൽ സിംഹത്തിന്റെ കുഴിയിലിടാതെ വേണം ദൈവത്തിന് രക്ഷിച്ചുകൂടെയായിരുന്നു എന്ന്. പ്രിയതേ മക്കളെ സ്തോത്ര, നിന്നെ ചിലതിനകത്തൂടെ കർത്താവ് വിടുന്നത് സ്തോത്ര നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ ചിതറിച്ച് കളയുവാനല്ല, മറിച്ച് നിന്നിൽ കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. നിന്റെ ദൈവം ആരാണ്? നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് സ്തോത്ര. നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാൻ, നിന്നെ അപകീർത്തിപ്പെടുത്തുവാൻ, നിനക്കെതിരാ ഗൂഢപദ്ധതികൾ നടത്തിയവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി എത്രേ ചിലതിനകത്ത് ദൈവം ഇടുന്നത്. പക്ഷേ നിനക്കൊരു കേടും പറ്റാതെ വേണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ എന്ത് ചെയ്തു? യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒരു കാര്യം എത്രേ? പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോ, നിനക്കെതിരായ രേഖ കടന്നു വരുമ്പോ, മാനുഷികമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം, നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ നീ അപ്പുറവും ഇപ്പുറവും മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി നടക്കാതെ നിന്റെ മാളിക മുറിയിലേക്ക് കയറുക. ഇവിടെ രേഖ എഴുതിയതെന്താ? ദാനിയേൽ പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സിംഹത്തിന് കുടിയുണ്ട്. വേണമെങ്കിൽ ദാനിയേലിന് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. വേണമെങ്കിൽ സ്തോത്രം കിളിവാതിലുകളെല്ലാം അടച്ചു വച്ചിട്ട് രഹസ്യത്തിയിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അതല്ല, ദാനിയേൽ ദിവസേന ചെയ്തു വരുന്നത് പോലെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. താൻ രഹസ്യത്തിലല്ല താൻ ചെയ്തത്, തന്റെ പ്രാർത്ഥന താൻ എങ്ങനെ ചെയ്തു വന്നു അതുപോലെ ഹല്ലേലൂയ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. പ്രിയ ദൈവമക്കളെ, ഒരു ചെറിയ ഒരു ചേഞ്ച് പോലും പ്രതികൂലങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നീ അകറ്റിക്കളയരുത്. സ്തോത്ര. പിശാചിനൊരു അല്പം ഇടം പോലും നീ കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതാ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയ ദൈവ പൈതലേ, പ്രതിസന്ധിയുടെ നടുവേ നീ മറ്റുള്ളവരുടെ ചെന്ന് മുട്ടുമടക്കാതെ ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കി കഴിഞ്ഞാൽ ലോകത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കുക ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പാകെ ആരൊക്കെ മുട്ടുമടക്കിയിട്ടുണ്ടോ അവരൊക്കെ വിജയിച്ച ചരിത്രമാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മുട്ടുമടക്കിയവരുടെ ദൈവത്തിന്റെ ശക്തിയെ പകർന്നിട്ടുണ്ട്. ദൈവസേന മുട്ടുമടക്കിയവന്റെ സ്വർഗം തുറന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സേന മുട്ടുമടക്കിയവനെ കൊണ്ട് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ നിർണയം അവരെ കൂടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ദൈവസേന മുട്ടുമടക്കുക എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം അത്രേ. സ്തോത്ര. ഹല്ലേലൂയ. മുട്ടുമടക്കിയിട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. സ്തോത്ര. തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു. ആ ദാനിയേലിന് വേണ്ടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്റെ ദൂതനെ അയച്ചത്.
പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ദൂതനെ അയക്കുക മാത്രമല്ല, നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവയെ വായ അടച്ചു കളഞ്ഞു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദാനിയേലിനെ സ്തോത്രം സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാനായിട്ട് പറയുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, നിയമമെതിയ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സ്തോത്രം നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. ആ രാജാവ് നിയമം ഏതെങ്കിൽ രാജാവിന് അറിയാം സ്തോത്രം ഇവർ സേവിക്കുന്നത് ആരെ ആണ് എന്ന്. സ്തോത്രം ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മെക്കെതിരെ രേഖ എഴുതുന്നവർ തിരിച്ചറിയത്തക്ക രീതി നമ്മുടെ ലൈഫുകളെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ടിടയായി തീർണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥന കുറയ്ക്കണ്ട. നീ സ്തോത്രം മറ്റൊരു കാര്യം ചെയ്യണ്ട. നീ വിശ്വസ്തനായിരുന്നു കൊണ്ട് ഒരു കുറ്റവും നിനക്ക് നിന്റെ മുമ്പിൽ വയ്ക്കാതെ നീ ദൈവസന്നിധി വിശ്വസ്തനായിരുന്നു കൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ച നിന്നെ പറ്റി പലരും പറയും നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. സ്തോത്രം ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, രാജാവിന് ഉറക്കത്തിനായിട്ട് കടന്നു പോയിക്കില്ല. പിന്നെ രാജാവ് രാജധാനി ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നി വെപ്പാട്ടിലെ കൊണ്ടുവന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. ഹല്ലേലൂയ. രാജാവ് ചെയ്തു വരുന്ന ദിനാചാര്യങ്ങളെ അല്ലെങ്കിൽ രാജാവ് ചെയ്ത റൂട്ട് ലൈനുകളെല്ലാം ദൈവം അങ്ങ് മാറ്റുവാനായിട്ടിടയെ തീർന്നു. നിയമം എതിരായി എഴുതിയ സ്തോത്ര രാജാവ് തന്നെ ദാനിയേലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഉപവസിക്കുന്ന അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയതേ, ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്തോത്രം. തുടർന്ന് രാവിലെ പ്രഭാതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന ഒരു ചോദ്യവുമായിട്ട് അത്രേ സ്തോത്രം ദാനിയേലിന്റെ മുമ്പാകെ ആര് കടന്നു വരുന്നത്? രാജാവ് കടന്നു വരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതിനാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന വായിച്ച ഭാഗത്ത് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ദാനിയേൽ രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതെ ഇരിക്കേണ്ടതിനെ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക ദൈവ പൈതലെ, നിനക്ക് കേടുവരുത്തുക, നിന്നെ ഇല്ലായ്മ ചെയ്യുക, നിന്നെ നശിപ്പിച്ചു കളയുക, നീ നന്മ പ്രാപിക്കട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരായി ചില വാക്കീറി വരുമ്പോ, നിനക്കെതിരായ രേഖകൾ കടന്നു വരുമ്പോ അതിനകത്തുനിന്ന് ഒരു കേടും പറ്റാതെ വണ്ണം ഹല്ലേലൂയ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ 9-ാം മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കാം നീ നിൽക്കുന്നത്. നിനക്കെതിരായ രേഖകൾ കാണുമായിരിക്കാം, നിനക്കെതിരായ സ്തോത്രം ഭയപ്പെടുത്തുന്ന ചില മൂർച്ഛിച്ച വാക്കുകൾ കാണുമായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ സ്തോത്ര, നിനക്കൊരു കേടും വരുത്തുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ദൈവസ്വനി വിശ്വസ്തയോടെ ആയിരിക്കുന്ന ദൈവ പൈതലെ, നിന്നിൽ ഒരു കുറ്റവും കാണാതെ നിന്നെ എങ്ങനെയും അപകീർത്തിപ്പെടുത്തുക, നിന്നെ ഇല്ലായ്മ ചെയ്യുമ്പോൾ കുറ്റങ്ങൾ തിരഞ്ഞ് നടക്കുമ്പോ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന കൂട്ടിക്കോ. 9-ാം മാസത്തിൽ ഞാൻ പറയട്ടെ, നിനക്കൊരു കേടും പറ്റാതെ വേണം നിന്നെ ചിലതിനകത്തു നിന്ന് ദൈവം തമ്പുരെ കാക്കുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിനെ. അപ്പൊ സിംഹങ്ങൾ കേടുവരുത്തുന്ന ഒന്നത്രേ സ്തോത്രം. ഞാൻ പറയട്ടെ, നീ കിടക്കുന്ന സ്ഥലം, നിന്നെ എടുത്തിടുന്ന സ്ഥലം, നിന്നെ സ്തോത്രം ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേടുകൾ വരുത്തിയതായിരിക്കാം, ജീവിതങ്ങളെ നശിപ്പിച്ചു കളഞ്ഞതായിരിക്കാം. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ കേടുവരുത്തുന്ന ഇടത്ത് ഇടുമ്പോ ഹല്ലേലൂയ അവിടുത്തെ ക്ലൈമറ്റിനെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുക. അവിടുത്തെ സിംഹത്തിന്റെ വായുകളെ അടപ്പിച്ചുകളെ എന്തിനാ ദൈവഭക്തന ചെന്നത്? ഹല്ലേലൂയ. വിശ്വസ്തനായിരുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലെ ചെന്നത്. അവൻ ചെന്ന് കഴിയുമ്പോ ആ ഗുഹയുടെ ക്ലൈമറ്റിനെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. സിംഹത്തിന്റെ വായെ അടപ്പിച്ചു കളയും. ഹല്ലേലൂയ. കേട് വരുത്താതിരിക്കേണ്ടതിനെ. അതേ സ്തോത്രം. നോക്കിക്കഴിഞ്ഞാ ആ ഗുഹയിൽ വീണവർ ആരും തന്നെ സ്തോത്ര രക്ഷപ്പെട്ട് കയറി കാണില്ലായിരിക്കാം, അത് കേടു പറ്റാതെ കയറി കാണത്തില്ലായിരിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ഹല്ലേലൂയ ഒരു കേടും പറ്റാതെ വേണ ദൈവം അവനെ പുറത്തെടുത്തു. ഹല്ലേലൂയ. അത് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില വിഷയങ്ങൾ നിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് അതിനകത്ത് നിന്നെ തീർത്ത് കളയാമെന്ന് പദ്ധതികൾ ഇടുമ്പോ സ്തോത്ര നിന്റെ ജീവൻ ആപത്ത് വരാതവണ, നിനക്കൊരു കേടും വരുത്താതവണ, നിന്റെ കുടുംബത്തിനൊരു കേടും സംഭവിക്കാതവണ നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര ഈ 9-ാം മാസത്തെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കരത്തിൽ സുരക്ഷിത
അത്ഭുതമാണ്. ദൈവം വിട്ടുകൊടുക്കാതെ ഏത് സിംഹത്തിന്റെ കുഴിയിലായിരുന്നാലും ഒന്നിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. പ്രിയ ദൈവപൈതലേ, ഈ പൽക്കലം വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. നീ ചെന്ന് വീഴുമ്പോ തന്നെ ഹല്ലേലൂയ ചിലതിനകത്ത് കേട് വരട്ടെ എന്ന് പറഞ്ഞ് തള്ളിയിടുമ്പോ തന്നെ ചിലതിന്റെ ക്ലൈമറ്റുകളെ ദൈവം മാറ്റും, ചിലതിന്റെ സ്വഭാവത്തെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. അപ്പൊ ഈ സിംഹയുടെ സ്വഭാവം കേടുവരുത്തുക എന്നതത്രേ. എന്നാൽ എന്റെ ദൈവം ഹല്ലേലൂയ അതേ ഇടവിടാതെ ദാനിയേൽ സേവിച്ചു വന്നതായ ദൈവം എന്താ ചെയ്യുന്നത്? എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു ഹല്ലേലൂയ അബ്രഹാമിന്റെ ദൈവം, ഇസാക്കിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം എന്ന് പറയും. ഈ പകൽക്കാലം പറയാ, നീ നിൽക്കുന്ന പ്രതികൂലത്തിന്റെ മുമ്പിൽ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് വിളിച്ചു പറയുക, എന്റെ ദൈവം തന്റെ ദൂതനെ എനിക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറയുക. അവയുടെ വായ അടച്ചു കളയുമെന്ന് വിളിച്ചു പറയുക. ഈ പകൽക്കാലം ചിലതിന്റെ വായുകളെ അടയുവാനായിട്ട് ഇടയായിത്തീര. നിന്നെ തൊടാതിരിക്കേണ്ടതിനായിട്ട്, നിനക്കെതിരെ ഒരു വാക്കും പറയാതിരിക്കേണ്ടതിനായിട്ട്, നിനക്കെതിരെ സംസാരിക്കാതിരിക്കേണ്ടതിനായിട്ട് ദൈവം ചിലതിന്റെ വായുകളെ അടച്ചു കളയും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരായിട്ട് കേടുകൾ വരുത്തി തീർക്കുവാനായിട്ട് ശത്രു വെല്ലുവിളികൾ ഉയരുമ്പോ പ്രിയ ദൈവപൈതലേ, നീ അതിനകത്ത് എത്തിച്ചേരുമ്പോ, നീ ആ കേട് പറ്റേണ്ട ആ ഒരു ടൈമിനകത്ത് നീ വീണു പോകുവാനായിട്ട് ഇടയെത്തിരുമ്പോ എന്റെ ദൈവം ചിലതിന്റെ വായുകളെ അടപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാം. കേട് വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ, നിന്റെ നാശം വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ നിൽക്കുന്നവർ നിനക്കൊരു കേടും പറ്റിയില്ല എന്ന് കാണാൻ പോകുക. എത്ര പേർക്ക് ഈ പൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ദാനിയേൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാജാവിന്റെ ദൈവത്തെ അവന്റെ സന്നി ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കണം. ഞാൻ ഇതിനകത്തൊരു കുറ്റം ചെയ്തിട്ടില്ല, എന്റെ കൈകളിൽ കറയില്ല. ഹല്ലേലൂയ. അവിടെ ദാനിയേൽ ധൈര്യത്തോടെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധി ഞാൻ കുറ്റമില്ലാത്തവൻ. ഈ പകൽക്കാലം ദൈവത്തിന് കുറ്റമില്ലാതെ നടക്കുന്ന ദൈവപൈതലേ, കുറ്റങ്ങൾ ഇല്ലാതിരുന്നിട്ട് നിന്നെ കുറിച്ച് പലതും പറയുമ്പോ നീ ദൈവസന്നിധി കുറ്റമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ അതെ അവിടെ പറഞ്ഞു, രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. നിയമം നിനക്കെതിരായി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് നീ അവർക്കെതിരായി ദോഷങ്ങൾ നിരൂപിക്കേണ്ട. ഹല്ലേലൂയ. നീ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഓ രക്തത്താജയം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. നീ ഭാരപ്പെടേണ്ട. നിയമങ്ങൾ നിനക്കെതിരായി കടന്നു വരുമ്പോ, രേഖകൾ നിനക്കെതിരായി കടന്നു വരുമ്പോ നീ ഭാരപ്പെടേണ്ട. നിന്റെ മാളിക റൂമിനകത്ത് കയറിയിരുന്ന് നീ പ്രാർത്ഥിച്ചാ മതി. ഹല്ലേലൂയ. നിയമങ്ങൾ നിനക്കെതിരായി എഴുതിയവരെ കുറിച്ച് നീ ദോഷങ്ങളൊന്നും നിരൂപിക്കേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റെ അത്രേ. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ സന്നിധി കുറ്റമില്ലാത്തവൻ, രാജാവിന്റെ മുമ്പിലും ഹല്ലേലൂയ ഒരു ദോഷവും ഇല്ലാത്തവൻ സിംഹത്തിന്റെ കുഴി കടന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സിംഹത്തിന്റെ വായെ ദൈവം അടച്ച് കളയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോ രാജാവ് അത്യന്തം സന്തോഷിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്രം. ഹല്ലേലൂയ. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചെന്നുകൊണ്ട് അവനൊരു യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല എന്ന് രാജാവ് പറയുവാനിടയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നിന്നെ കേട് വരുത്തേണ്ടതിനാ സ്തോത്രം. ഹല്ലേലൂയ സ്വത്ത് പദ്ധതി നോക്കുന്നത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു കേടും പറ്റിയില്ല എന്ന് ആരാണ് നിനക്കെതിരായ നിയമം എഴുതിയത്? ഇത്രയൊക്കെ പ്രതിസന്ധി കൂടെ വിട്ടോ, ഇത്രയൊക്കെ പ്രതികൂലത്തിനകത്തൂടെ വിട്ടോ, സിംഹത്തിന്റെ വായിക്കകത്ത് കൊണ്ട് ഇട്ടുകൊടുത്തു. എന്നിട്ടും നിനക്കൊരു കേടും പറ്റിയില്ല എന്ന് സ്തോത്ര അവരെ കൊണ്ട് തന്നെ സാക്ഷി പറയിപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും സേവിക്കുന്ന. സ്തോത്ര. ഈ രാത്രി പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവസേന വിശ്വസ്തനായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് നീ ആരായാണ് വിശ്വസിക്കുന്നത്? നീ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പ്രിയ ദൈവപൈതലേ, നിനക്കെതിരാ നിന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ടൈമുണ്ട്. ഇപ്പോ നീ അല്പ വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ചില പ്രയാസങ്ങളിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷേ നിന്റെ ദൈവം ആരാണെന്നും, നീ ആരെയാണ് സേവിച്ചതെന്ന്, നീ ആരോടാണ് ഇത്രത്തോളം പറ്റി നിന്നതെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ടൈമുണ്ട്.
അതിനെന്താ മുഖാന്തരം ഒരുക്കുന്നത്? എന്തെല്ലാം അവരെല്ലാം ചെയ്തു കൂട്ടിയാലും നിനക്കൊരു കേടും പറ്റാതെ നീ സുരക്ഷിതത്വമായിരിക്കുന്നത് കാണുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്ര. രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതേ 26-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ ജീവനുള്ള ദൈവം എന്നേക്ക് നിലനിൽക്കുന്നതാകുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ രാജ്യാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയത്തോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാജാവ് എഴുതിയ നിയമത്തെ തിരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇതിന് കാരണം എന്താ? സ്തോത്ര. ഹല്ലേലൂയ. ദാനിയേൽ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. തനിക്കെതിരായ രേഖ കടന്നു വന്നപ്പോ താൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാ സിംഹത്തിന്റെ കുഴിയിലിടും എന്ന് പറഞ്ഞ് തകർത്ത് കളയും, കേടുവരുത്തി കളയുമെന്നൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനകത്തൊന്നൊക്കെയും ദൈവം തന്റെ ഭക്തനെ രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ സ്തോത്ര. ഹല്ലേലൂയ. ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയത്തോടെ ഇരിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? ഒരു കൽപ്പന തിരിച്ച് എഴുതുവാനായിട്ടിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ചില പ്രതിസന്ധികളും ചില പ്രലോഭനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സ്തോത്ര, എന്ത് കർത്തവ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയൊക്കെ കടന്നു വന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ കടന്നു വരാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, നിന്റെ ദൈവം ആരാണെന്ന് ദൈവത്തിന് നിന്നെ കൂടി തെളിയിക്കുന്നതിന് വേണ്ടി എത്രേ നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്നും അതേ സിംഹത്തിന്റെ വായ അടപ്പാൻ ശക്തിയുള്ള ദൈവമാണ്, ദൈവത്തെയാണ് നീ സേവിക്കുന്നത് എന്നും സ്തോത്രം എന്റെ ദൈവത്തിന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രേ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം തന്റെ ദൂതനെ അയച്ച് അടയ്ക്കേണ്ട വായ്കളെ ദൈവം അടയ്ക്കും. ഹല്ലേലൂയ. നിനക്കൊരു കേടും വരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്കകത്ത് ഒരു കേടും വരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. കടിച്ചു കീറാൻ കടന്നു വരുന്നതായിരിക്കാം സ്തോത്ര. നിന്റെ ചിതറിച്ച് കളയുവാൻ നോക്കുന്ന ശക്തികൾ കാണുമായിരിക്കാം. പക്ഷേ അവ നീ അതിന്റെ അടുക്കിലേക്ക് എത്തുമ്പോ ഹല്ലേലൂയ, അവയുടെ വായ് അടച്ചു കളയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? തന്റെ സ്വന്തം ദൂതനെ അയച്ചു വിടുവിക്കുന്ന ദൈവ, അതേ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ ഓഫീസിൽ കടന്നു ചെല്ലുമ്പോ നിന്നോട് സൗമ്യതയായി പെരുമാറേണ്ടതിനായിട്ട് ദൈവം തന്റെ ദൂതനെ അതിനു മുമ്പായിട്ട് അയക്കും. ഹല്ലേലൂയ. ചിലതിന്റെ സ്വഭാവങ്ങളെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. നാം പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതുവരെയും ആ വ്യക്തി ഇങ്ങനെ ഒരു സ്വഭാവത്തോട് ആരോടും ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ ചിലയിടത്ത് ചെല്ലുമ്പോ സ്തോത്രം, നിന്നോട് അസാധാരണമായ ദയ കാണിക്കേണ്ടതിനായിട്ട്, നിന്നോട് കൃപ കാണിക്കേണ്ടതിനായിട്ട് ദൈവം ചിലതിന്റെ മുമ്പേ തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ചിലപ്പോൾ കടന്നു പോകുന്ന ജോലി മേഖലയിൽ പല പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കാം. ഞാൻ ഇന്നെന്തൊക്കെ കേൾക്കേണ്ടി വരും, എന്തൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും, എന്റെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഹല്ലേലൂയ, എന്തൊക്കെയുള്ള പല ചോദ്യങ്ങളുടെ നടുവിലായിരിക്കാം നീ കടന്നു. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്ര. ചിലതിന്റെ സ്വഭാവത്തെ മാറ്റുവാനിടത്തില്ല. നിനക്കെതിരായി വായി തുറക്കാതെ വേണം അടയ്ക്കുന്ന ദൈവത്തിന്റെ കര ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം വിശ്വസിക്കുക. സ്തോത്ര. പ്രാർത്ഥിക്കുന്ന നീ പരാജയമല്ല. നിന്റെ മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികളും പ്രലോഭനങ്ങളും കടന്നു വന്നുകൊള്ളട്ടെ, പക്ഷെ നിന്റെ പ്രാർത്ഥന മുടക്കരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനയെ മുടക്കിക്കളയുവാനാണ് സ്തോത്ര ശത്രു പലരി കൂടി പ്രവർത്തിക്കുവാനായിട്ട്. കാരണം നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകലം വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. പക്ഷെ ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങൾ കടന്നു കൂടുതൽ വരുമ്പോ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി, നിന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കണം. സ്തോത്ര. തിരുവചനത്തിൽ ഉടനീളം നോക്കുമ്പോ യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ മുമ്പിൽ എപ്പോഴെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു, അവിടെയൊക്കെയും തന്റെ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെയൊക്കെ യേശു കർത്താവിന്റെ മുമ്പേ പ്രതികൂലത്തിന്റെ നടുവിൽ തന്റെ പ്രാർത്ഥനകളെ വർദ്ധിപ്പിച്ചുവെങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തെ സ്തോത്ര ദൈവ പൈതങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും സ്തോത്ര നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട്, നമ്മുടെ മുമ്പിലുള്ള കഷ്ടതകളെ ഓർത്തുകൊണ്ട് നാം മൗനമായിട്ടിരിക്കുകയല്ല, നമ്മുടെ പ്രാർത്ഥനകളെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന കാരണം എന്താ?
നമ്മെ എങ്ങനെയും തകർത്തു കളയുവാനായിട്ട്, നമ്മെ എങ്ങനെ കേടുവരുത്തുവാനായിട്ട്, നിന്റെ വിശ്വാസത്തിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ, അതെ നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സ്തോത്രം ഹല്ലേലൂയ, നിന്നെ സ്തോത്രം പല പദ്ധതിയിലേക്ക് കൊണ്ടുപോകുമ്പോ ദൈവ പൈതലേ സ്തോത്രം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഏതോ പ്രശ്നങ്ങളുടെ അകത്തു നിന്ന് ഒരു കേടും പറ്റാതവണ നിന്നെ സൂക്ഷിച്ചു പുറത്തെടുക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. സ്തോത്ര. പ്രശ്നങ്ങൾ കടന്നു വരികയില്ല എന്നല്ല, പ്രാർത്ഥിക്കുന്നവന് കേട് പറ്റാതവണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവം. നീ പുറത്തു വരുമ്പോ സ്തോത്രം നിന്നെ തകർക്കാൻ നോക്കിയവർ പറയും സ്തോത്രം ഈ ഇവർ സേവിച്ച ദൈവമത്രേ ജീവനുള്ള ദൈവമെന്ന്. ഹല്ലേലൂയ. ഇവർ സേവിച്ച ദൈവമത്രേ യഥാർത്ഥ ദൈവമെന്ന് നിന്നെ കൂടി തെളിയിക്കുന്നതിന് വേണ്ടിയാ പ്രിയ ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അവിടെ നീ ഓടി മാറുകയല്ല, നീ പ്രാർത്ഥിക്കുവാൻ കണ്ടിന്യൂ ചെയ്യുവാനായിട്ടിടയായി തീരുമ്പോ, നീ പ്രാർത്ഥനയിൽ കൂടി കടന്നു പോകുമ്പോ സ്തോത്ര ഏതോ പ്രതിസന്ധിക്കകത്ത് നിന്നെ ഇട്ടാല് അതിനകത്തുനിന്ന് ഒരു കേടും പറ്റാതവണ്ണം നിന്നെ സുരക്ഷിതമായിട്ട് എന്റെ ദൈവം പുറത്തെടുക്കും. ഹല്ലേലൂയ. അതവിടെ പറഞ്ഞത് രാജാവ് പറഞ്ഞത് അവനൊരു കേടും പറ്റിയതായിട്ട് കണ്ടില്ല. ഹല്ലേലൂയ. നിനക്കൊരു കേടും പറ്റിയതായിട്ട് കാണാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം കേട് പറ്റാൻ അനുവദിക്കാതവണ്ണം ദൈവത്തിന്റെ സുരക്ഷിത കരത്തിൽ നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളയും. ഹല്ലേലൂയ. എവിടെയാണ് ഏതിന്റെ വായാണ് അടയ്ക്കേണ്ടത് അതിന്റെ വായെ അടച്ചു കളയുമെന്ന് വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുക. ഒരു കേടും പറ്റാതവണ ഈ 9-ാം മാസം സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കുടുംബത്തെയും ദൈവം കാത്തു പരിപാലിക്കുവാനായിട്ടിടയത്തില്ല. നിങ്ങളുടെ ജോലി മേഖല ഒരു കേടും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ബിസിനസ് മേഖലയ്ക്കകത്ത് ഒരു കേടും പറ്റാൻ അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ ആയിരിക്കെ, ഹല്ലേലൂയ, ഉറപ്പോടെ ആയിരിക്കെ, പ്രാർത്ഥനയാൽ എഴുന്നേൽക്കാൻ തയ്യാറാക്കുക. പ്രതികൂലങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഈ 9-ാം മാസത്തിന്റെ ആരംഭത്തിൽ കർത്താവേ അങ്ങയുടെ ജനത്തിന് കൈമാറിയ ദേവി ശബ്ദത്തിനായി സ്തോത്ര കർത്താവേ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. അവയുടെ വായ അടച്ചു കളയും. ഹല്ലേലൂയ. ഈ പൽക്കലും ഇവർക്കെതിരായി നിൽക്കുന്നതിന്റെയൊക്കെ വായ്കളെ അടയ്ക്കണമേ. തന്റെ ദൂതനെ അയക്കണം. ഹല്ലേലൂയ. അവർക്ക് ചുറ്റും തീ മതിലായിരുന്ന തന്റെ ദൂതന്മാരുടെ സംരക്ഷണം വെളിപ്പെടട്ടെ. ഒരു കേടും പറ്റാതവണ്ണം ഹല്ലേലൂയ തന്റെ ജനത്തെ ദൈവം പ്രൊട്ടക്ഷൻ ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ കരുതൽ ഇവിടെ ജീവിതത്തിൽ വെളിപ്പെടട്ടപ്പാ. കേടുകൾ വരുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഒരു കേടും പറ്റാതവണ്ണം സുരക്ഷിതമായി ഇവർ പുറത്തു വരട്ടെ. ഈ 9-ാം മാസം ഇവരുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരുടെ പ്രാർത്ഥനയിൽ കർത്താവ് വർധനവ് വെളിപ്പെടട്ടെ. കർത്താവെ അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ കരുതൽ, കർത്താവെ വിടുതലും തന്റെ ജനത്തിന്റെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനെ സ്തോത്ര മാനവും മഹത്വവും പോയച്ചയും അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.